പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ. അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. നശിഞ്ഞു പോകാനോ നശിപ്പിച്ചു കളയാനോ ആഗ്രഹിക്കാത്ത കരുണയുള്ള ദൈവഹൃദയം നമ്മളിന്ന് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ പറിച്ചു കളയണ്ട, അതവിടെ നിൽക്കട്ടെ. അത് കളയാണോ വിളയാണോ എന്ന് നിശ്ചയിക്കാനായിട്ട് ഞാൻ നിങ്ങളെ നിയോഗിച്ചിട്ടില്ല. അതിനിങ്ങനെ കൂട്ടുനിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത്രയും കരുണയോടുകൂടെ നിൽക്കുന്ന കർത്താവിനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കണം. എന്തൊരു കണക്ഷനാണെന്ന് നോക്കണം. ആദ്യ വചനം തന്നെ ഇങ്ങനെയാണ്: അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങേ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിൽ തെളിയിക്കേണ്ടതുമില്ല. അങ്ങേ അധികാരം, അവിടത്തെക്കുറിച്ചുള്ള എല്ലാറ്റിൻ്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. ഇത് നശിപ്പിക്കാനും രക്ഷിക്കാനും കഴിവുള്ള അധികാരമുള്ള കർത്താവ് തീരുമാനിക്കുകയാണ്, ഞാൻ ഇവനെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യൂദാസിനോടൊക്കെ എത്ര തവണ കർത്താവ് പറഞ്ഞതാ, തിരിച്ചു വരാനായിട്ടുള്ള എത്ര ചാൻസ് കൊടുത്തതാ. ആ കരുണയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കളയും വിളയുമാണെന്ന് പറഞ്ഞ് വെട്ടി നശിപ്പിക്കാനായിട്ട് പോലും നമ്മളെപ്പോലും നമുക്കറിയില്ലല്ലോ. ഒരാൾ വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊക്കെ ജയിലിൽ അടച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾ, ഒരു 10-12 വർഷങ്ങൾ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കണക്കിൽ കുറച്ച് കാലം അയാൾ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് വിധിച്ച് എത്ര കൂളായിട്ട് ഇറക്കി വിടണേ, ജീവിതം എല്ലാം തീർന്നിട്ട്. പക്ഷേ ഹൃദയങ്ങൾ അറിയുന്ന കർത്താവുണ്ട്, അവിടത്തേക്ക് അറിയാം. അതുകൊണ്ടാണ് പറയണേ, നിങ്ങൾ വിധിക്കാൻ പോവണ്ടെന്ന്. ആ കർത്താവിനെ കുറിച്ചിട്ടാണ് പറയണേ, അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. എല്ലാറ്റിൻ്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. പ്രതിവചന സങ്കീർത്തനത്തിലും വ്യത്യാസമൊന്നുമില്ല, അതേ കാര്യം തന്നെയാണ് പറയണേ. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള കാരണം ഇതാണെന്നേ രണ്ടാമത്തെ വായനയിൽ അത് വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പസ്തോലൻ വഴിയായിട്ട്. എന്തെന്നാൽ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റിയെന്ന് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവിനറിയാം എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു പോയി, എന്തുകൊണ്ട് തെറ്റിപ്പോയി, എന്തുകൊണ്ട് അവൻ അങ്ങനെ ആയിത്തീർന്നു, എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ തെറ്റ് ചെയ്തു. ഇതൊന്നും അറിയാതെ നമ്മൾ വിധിക്കാൻ നടക്കുകയാണല്ലോ. മറ്റുള്ളവരെ ആ ഒരു മൂവി ഡയലോഗ് ഓർക്കുന്നുണ്ട്: അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ ഹൃദയം മനസ്സൊന്നറിയാൻ ശ്രമിച്ചാൽ മതി, പിന്നെ നമുക്ക് വഴക്കിടാൻ തോന്നില്ല. അവൻ്റെ ഉള്ളിലെ മുറിവുകൾ, അവൻ്റെ ഉള്ളിലെ പ്രയാസങ്ങൾ കണ്ടു കഴിയുമ്പോൾ തോമാസ്ലീഹയുടെ തിരുനാളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ കർത്താവിൻ്റെ മുറിവ് കാണുമ്പോൾ പിന്നെ വാവിട്ട് നിലവിളിയാണ്: എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. അപ്പുറത്ത് നിൽക്കണവൻ്റെ ഉള്ളിലെ മുറിവ് കാണുമ്പോൾ പിന്നെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കാനേ പറ്റുള്ളൂ, കരുണ കാണിക്കാനേ പറ്റുള്ളൂ, സാരമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ, ചേർത്ത് പിടിക്കാനേ പറ്റുള്ളൂ. ഉപേച്ചിൻ്റെ പുസ്തകത്തിലൊരെണ്ണം വായിച്ചായിരുന്നു അങ്ങനെ ഒരു സംഭവം. പിന്നെ ഒരു പെൺകുട്ടി വല്ലാതെ കലഹിച്ചുകൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞ നാൾ മുതലുള്ള കലഹമാണ്. ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇവളെ സാന്ത്വനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട് ക്ഷമയോടുകൂടെ. ഒരു ദിവസം ഇങ്ങനെ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ അയാൾ അവളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മുറുക്കി കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കേണ്ട, നിൻ്റെ പ്രശ്നം എന്താണെന്ന് പറ, നമ്മൾ കാര്യം പറ. അതോടുകൂടെ അത്രയും നാൾ അടക്കി വെച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും, വേദനകളും, മുറിവുകളും ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് കരച്ചിലിനോടൊപ്പം. ചെറുപ്പത്തിലെ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ, മനസ്സിലാക്കാതിരുന്നതിൻ്റെ, ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒക്കെ വലിയ പ്രയാസങ്ങൾ. അയാൾ അവളെ ഇങ്ങനെ ഒന്ന് നീക്കി നിർത്തിയിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ പ്രയാസങ്ങളായിട്ടാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത്. എന്നിട്ട് ഒന്നുകൂടെയുള്ള കെട്ടിപ്പിടിക്കലിൽ അവളിങ്ങനെ ശാന്തമാകുന്നു. പിന്നെ കലഹങ്ങളില്ല. കരുണ കാണിക്കുമ്പോൾ കിട്ടുന്ന മാറ്റം അതാണ്. കർത്താവ് ആ കരുണയാണ്. അതുകൊണ്ട് കർത്താവ് പറയണത്, അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ.
കൂടെയുള്ളവരോട് ഈ കരുണ കാണിക്കുന്ന മനുഷ്യരായി തീരാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എത്രയോ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു കുടുംബത്തിൽ, എത്ര സമാധാനം ഉണ്ടാവുമായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നെ വേദനിപ്പിക്കുന്നവർ, എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർ, അവരവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ഒന്നും ചെയ്യണില്ല. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് അതാ പറയണേ, പിതാവ് ഇവർ ചെയ്യണമെന്ന് തന്നെ ഇവർ അറിയണില്ല. അറിവില്ലായ്മയാണ്, വിട്ടുകൊടുക്കാൻ പറ്റില്ലേ? ഒരു ചെറിയ കൊച്ചു വന്ന് നമ്മളെ തല്ലിയാൽ നമ്മൾ തിരിച്ച് തല്ലുന്നില്ലല്ലോ. കാരണം എന്താ? അവൻ അറിവില്ലാത്ത വെച്ചാ, അവനെ വിട്ടുകളയാ. ഇത് തന്നെ എത്ര പ്രായമുള്ളവരും എത്ര വേദനിപ്പിക്കുന്നവരും ഈ കുഞ്ഞിനെ പോലെ അറിവില്ലാത്തവരാണെന്ന് വിചാരിച്ചാൽ കളയും വിളയും ഒരുമിച്ച് വളരട്ടെ. പിന്നെ പ്രതികാരം കർത്താവിൻ്റെതാണ്, വിധിയും അവിടുത്തേത് തന്നെ. നമുക്കിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം, കരുണ കാണിച്ചുകൊണ്ടിരിക്കാം, പൊറുതി കൊടുത്തുകൊണ്ടിരിക്കാം. എളുപ്പമല്ല കർത്താവെ, അതിന് അങ്ങയുടെ ആശീർവാദം തരണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, കരുണയുള്ള ഹൃദയം നൽകി അനുഗ്രഹിക്കണേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹൃദയശാന്തതയും എളിമയുള്ളവനുമായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ മാസം മുഴുവൻ പ്രാർത്ഥിച്ചതാണ്. ഇന്ന് പ്രതിവചന സങ്കീർത്തനം അതാണ്. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങേ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. എല്ലാവരോടും പൊറുത്തുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത